ഇന്ന് നമുക്ക് ഗോൾഡൻ ബ്ലാക്ക് തീമിൽ വരുന്ന ഒരു ബ്രേസ്ലെറ്റ് ഉണ്ടാക്കിയാലോ. അതും 2 ലെയർ വരുന്ന. നമുക്ക് ഇതിലും യൂസ് ചെയ്യുന്നത് എന്താ, മെമ്മറി വയർ തന്നെയാണ്. നമുക്ക് ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ സിൽവർ കളറിലും കിട്ടും, ഗോൾഡൻ കളറിലും കിട്ടും. നമുക്ക് ആവശ്യമുള്ള സൈസിൽ 2 റിംഗ് ആയിട്ട് കട്ട് ചെയ്യണം. ഇപ്പൊ നമ്മൾ സിംഗിൾ ബ്രേസ്ലെറ്റ് ഉണ്ടാക്കുമ്പോൾ 1 കട്ട് ചെയ്യില്ലേ, അതുപോലെ 2ഉം ഒരേ സൈസിൽ വരുന്ന പോലെ നമുക്ക് 2 വേണം. അപ്പോഴാണ് നമുക്ക് ഡബിൾ ലെയറിൽ നമുക്കത് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. വേറെ എന്താ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാങ്ങാമാലയുടെ പെൻഡൻസ് കിട്ടും ഷോപ്പിൽ നിന്ന്, ഗോൾഡൻ കളറിൽ. അതും ചെറിയൊരു ഗോൾഡൻ സ്റ്റോൺ വരുന്ന ഒരു പീസാണ് എടുത്തേക്കുന്നത്. നമ്മളതില് 4 ഹോള് വരുന്ന മാതിരി ഉള്ളത് എടുത്തേക്കുന്നത്. ഇപ്പോഴാണ് നമുക്ക് ആ 2 ലെയറിലും നമുക്ക് അത് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. നമുക്ക് ഇതേ ഡിസൈനിൽ ഇതേ കോമ്പിനേഷനിൽ തന്നെ ഉണ്ടാക്കണമെന്നില്ല. നിങ്ങളുടെ ഡ്രസ്സിന്റെ കളർ അനുസരിച്ച് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും അത് കസ്റ്റമൈസ് ചെയ്ത് യൂസ് ചെയ്യാം. അതുപോലെ വേറെ എന്താ യൂസ് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയ ബ്ലാക്ക് കളർ ക്രിസ്റ്റൽ ബീഡ്സ് ആണ് യൂസ് ചെയ്യുന്നത്. അത് നമ്മൾ ഒന്ന് ഇൻസേർട്ട് ചെയ്ത്, അത് ഞാൻ താഴെയുള്ള ലെയറിൽ 2 ലെയർ വരുമ്പോൾ താഴെയുള്ള ലെയറിലാണ് കൊടുത്തേക്കുന്നത്. അതുപോലെ തന്നെ ആ സ്റ്റോൺ വരുന്ന ഒരു ഹാങ്ങിങ് കൊടുത്തിട്ടുണ്ട്. വീണ്ടും ആ ബ്ലാക്ക് കുഞ്ഞ് വലുതിനേക്കാളും നല്ലത് ചെറുതാണ് യൂസ് ചെയ്യാൻ. അപ്പോഴാണ് നമുക്ക് 2 ലെയറിലായിട്ട് കൊടുക്കുമ്പോൾ നമുക്ക് വലുത് കൊടുക്കാം. ഇതിപ്പോൾ 1 ലെയറിലാവുമ്പോൾ ചെറുതാണ് കാണാൻ ഇതിനോട് ഭംഗി കിട്ടുന്നത്. അതുപോലെ തന്നെ ആ മാങ്ങാമാലയുടെ പെൻഡന്റ് ഒന്നുകൂടെ നമ്മൾ ഇൻസേർട്ട് ചെയ്ത് കൊടുക്കേണ്ടത്. നമ്മൾ ഇൻസേർട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്ക് കാണുമ്പോൾ അതിന്റെ ബാക്ക് സൈഡ് ആയിരിക്കണം കാണേണ്ടത്. എന്നാലാണ് നമുക്ക് തിരിച്ചത് വരുമ്പോൾ അത് ഫ്രണ്ടിലേക്ക് വരണം. അതുപോലെ നമ്മൾ ഇൻസേർട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞ ശേഷം 2 സൈഡിൽ നമ്മൾ വലിയ ബീഡ്, നമ്മൾ യൂസ് ചെയ്ത ചെറിയ ബ്ലാക്ക് ക്രിസ്റ്റൽ ബീഡിന്റെ ഇതിനോട് വലിയൊരു വലുപ്പത്തിലുള്ളത് നമ്മൾ 2 സൈഡ്, അതും 2 ലെയറിനെയും ഒന്നിച്ച് പിടിച്ച് അത് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യണത്. നമ്മളത് ഇൻസേർട്ട് ചെയ്ത് കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് കാണുമ്പോൾ ഇങ്ങനെ ഇരിക്കും, നോക്കിയേ. അതിനുശേഷം എന്താ, നമുക്ക് അത് ഒട്ടിച്ച് വെക്കാൻ വേണ്ടിയിട്ട്, അതായത് അതിന് 2 എൻഡ് ഒട്ടിച്ച് വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ B7000 ഗ്ലൂ ആണ് യൂസ് ചെയ്യുന്നത്. അവിടെ നമ്മൾ എന്താ ഗോൾഡൻ, അതേ ബ്ലാക്ക് ബീഡിന്റെ സൈസിലുള്ള ഗോൾഡൻ ക്രിസ്റ്റൽ ബീഡ്സ് ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ആ 2 എൻഡും നമ്മൾ ചേർത്ത് വെച്ചിട്ട് എന്താണ് ആ ഗ്ലൂ യൂസ് ചെയ്തിട്ട് നമ്മൾ ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതെന്താണെന്ന് വെച്ചാൽ ഒന്ന് നമ്മുടെ മെമ്മറി വയർ നമ്മൾ കയ്യിൽ കുത്താതിരിക്കാൻ വേണ്ടിയിട്ടും ഒരു കംപ്ലീറ്റ് ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഫസ്റ്റ് എൻഡ് ചെയ്ത പോലെ തന്നെ സെക്കൻഡ് എൻഡ് നമ്മൾ എന്താ ആ ഗോൾഡ് ക്രിസ്റ്റൽ ബീഡ് വെച്ചിട്ട് നമ്മൾ ഫിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എക്സസ് ആയി വരുന്ന ഗ്ലൂ എപ്പോഴും റിമൂവ് ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ നമ്മളിത് ഉണ്ടാക്കി കഴിയുമ്പോൾ നമ്മുടെ ബ്രേസ്ലെറ്റ് ഈ രൂപത്തിലാണ് കിട്ടുക. അത് നമുക്ക് പറഞ്ഞ പോലെ തന്നെ ഫ്രീ ആയി വിടണമെങ്കിൽ ഫ്രീ ആയി വിടാം, അല്ലെങ്കിൽ നമുക്ക് ആ ബീഡ്സ് നമുക്ക് ആ സെയിം B7000 ഗ്ലൂ വെച്ചിട്ട് തന്നെ ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കാം. 2 എൻഡിലുള്ള ആ ബ്ലാക്ക് ബീഡുകളും കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ആ മാങ്ങ പെൻഡന്റ് ഇല്ലേ, അതും നമുക്ക് എന്താ ഗ്ലൂ ചെയ്ത് കൊടുക്കാം. ഈ ബീഡ്സ് സ്റ്റിഫാക്കി നിർത്തിയില്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് ഈ ബീഡ്സ് നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്ത് ഇരിക്കണമെന്നില്ല. അതുപോലെ തന്നെ ഗ്ലൂ എല്ലാം യൂസ് ചെയ്യുമ്പോൾ എക്സസൈസ് വരുന്ന ഗ്ലൂ എല്ലാം